കാർഷിക വാർത്തകൾ. സംസ്ഥാന കാർഷിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുമായി വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമായി സർക്കാർ. റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതും നാളികേര സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതും വനിതാ കർഷകർക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരുമെന്നാണ് പ്രതീക്ഷ. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ആകെ 1534.98 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. റബ്ബർ കർഷകർക്ക് ആശ്വാസമായി റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരമുള്ള റബ്ബറിന്റെ താങ്ങുവില നിലവിലെ 200 രൂപയിൽ നിന്ന് കിലോയ്ക്ക് 250 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഫലവിള കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കയറ്റുമതി നിലവാരമുള്ള പഴവർഗ്ഗങ്ങളും പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രത്യേക പിന്തുണ നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകർക്ക് കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യും. നെല്ല് സംഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സംഭരണ വില കർഷകർക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും സർക്കാർ ഇടപെടും. നാളികേര കർഷകർക്ക് പിന്തുണയായി സംസ്ഥാനതലത്തിൽ പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. വനിതാ കർഷകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ നേതൃത്വത്തിലുള്ള കാർഷിക സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി നടപ്പാക്കും. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവില താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുമായി AI, ഡ്രോണുകൾ, IoT അധിഷ്ഠിത കാർഷിക സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം വികസിപ്പിക്കുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. അതോടൊപ്പം കൂടുതൽ യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി പുതിയ പദ്ധതികളും സർക്കാർ തയ്യാറാക്കും. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ക്ഷീരമേഖലയെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്നത്തെ ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. പാലുൽപാദനം വർദ്ധിപ്പിക്കാനും ക്ഷീരകർഷകരുടെ വരുമാനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷീരവികസന മേഖലയ്ക്കായി 102.88 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. ഗ്രാമീണ ക്ഷീര വിപുലീകരണ പദ്ധതികൾക്കും കാർഷിക ഉപദേശക സേവനങ്ങൾക്കുമായി 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായി 21 കോടി രൂപയും അനുവദിച്ചു. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പാക്കുന്ന ലബോറട്ടറികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 7 കോടി രൂപയും വാണിജ്യ ക്ഷീര വികസന പ്രവർത്തനങ്ങൾക്കും മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്കുമായി 36.37 കോടി രൂപയും മാറ്റിവെച്ചു. കാലിത്തീറ്റ സബ്സിഡിക്കായി 7 കോടി രൂപയും തീറ്റപ്പുൽ ഉൽപാദനത്തിനും സംരക്ഷണത്തിനുമായി 8.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ പ്രതിദിനം 70 ലക്ഷം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പ്രതിദിന ആവശ്യം 86 ലക്ഷം ലിറ്ററാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തുകയും അധികമായി ലഭിക്കുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിൽ 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിനുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ക്ഷീരകർഷകരുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീരസാന്ത്വന പദ്ധതി നടപ്പാക്കും. ഡയറി സഹകരണ സംഘങ്ങളുടെ അക്കൗണ്ടിംഗ് സംവിധാനം ലളിതവും ഏകീകൃതവും സുതാര്യമാക്കുന്നതിനായി യൂണിഫൈഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുല്ല് ഫാമും മാതൃകാ ക്ഷീര യൂണിറ്റും സ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. This program co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.